ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് നാം പ്രയാണം ചെയ്യുമ്പോൾ മാതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നാം എല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. അനേകം പേരെ സത്യത്തിന്റെ പാതയിലേക്ക് വഴി നടത്തിയ പ്രകാശത്തിന്റെ വിളക്കാണ് പരിശുദ്ധ ദൈവമാതാവ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഗ്രീക്ക് വേർഡായിട്ടുള്ള തിയോഡോക്കോസ് എന്ന പദമാണ് ദൈവമാതാവിന് നൽകിയിരിക്കുന്നത്. ആ പദത്തിന്റെ അർത്ഥം മദർ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. മാതാവിന്റെ 3 സവിശേഷതകളെ കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ഒന്നാമതായുള്ള സവിശേഷത അവളുടെ സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. ഗബ്രിയേൽ മാലാഖ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളത്. അവൾക്കറിയാമായിരുന്നു അവളുടെ ഈ തീരുമാനം കൊണ്ട് സമൂഹത്തിൽ അവൾക്ക് ഒറ്റപ്പെടേണ്ടി വരും. ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും അവൾക്ക് സഹിക്കേണ്ടി വരും. എന്നാൽ തന്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സമ്പൂർണമായി സമർപ്പിക്കുകയാണ് ദൈവമാതാവ് ചെയ്തത്. അവളുടെ രണ്ടാമതായുള്ള സവിശേഷത അചഞ്ചലമായ വിശ്വാസമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും: കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് പോരാതെ വന്നപ്പോൾ അവളുടെ വാക്കുകൾ അതീവ ശ്രദ്ധേയമാണ്. അവൾ ബാല്യക്കാരന്മാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അവളുടെ ആ അചഞ്ചലമായ വിശ്വാസം കണ്ടിട്ടാണ് ദൈവം പച്ചവെള്ളത്തെ മേൽത്തരമായ വീഞ്ഞാക്കി മാറ്റിയത്. അവളുടെ മൂന്നാമതായുള്ള സവിശേഷത സകല പരീക്ഷണങ്ങളെയും സഹിക്കുവാനുള്ള അവളുടെ മനഃശക്തിയാണ്. തന്റെ ഏകപുത്രന്റെ കുരിശു മരണത്തിലും അവൾ അവനോടൊപ്പം പങ്കുചേരുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പല പരീക്ഷണങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വന്നേക്കാം. അപ്പോഴൊക്കെ ദൈവമാതാവിനെ പോലെ ആ കുരിശിന്റെ ചുവട്ടിൽ 2 തുള്ളി കണ്ണുനീരൊരുക്കുവാൻ നാം ഏവർക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന മാതാവാണ് നമ്മുടെ മാതാവ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവാണ് നമ്മുടെ മാതാവ്. കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ സൃഷ്ടിക്കുന്നത് അനുഗ്രഹത്തിന്റെ പ്രവാഹമാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഈ 15 നോയമ്പ് കാലത്ത് സകല ലോക സുഖങ്ങളെയും ഉപേക്ഷിച്ച് മാതാവിനെ പോലെ സമ്പൂർണ്ണ സമർപ്പണത്തിലും അചഞ്ചലമായ വിശ്വാസത്തിലും മനഃശക്തിയിലും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൂടുതലായി അടുത്തു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.